സാഹസിക ടൂറിസം ഹബ്ബായി കേരളത്തെ മാറ്റും മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. തൊഴിൽ നിഷേധത്തിനെതിരെ പ്രതിഷേധവുമായി INTUC തൊഴിലാളികൾ. ഇരുകൈകളും ബന്ധിച്ച് വേമ്പനാട്ട് കായൽ നീന്തി കയറി 9 കാരി. മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. മതസ്പർദ്ധ പരത്തിയ വിജി പ്രഭാകരനെതിരെ യൂത്ത് കോൺഗ്രസ്. ചാനൽ 91 ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സാഹസിക ടൂറിസത്തിന്റെ ഹബ്ബാക്കി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. വാഗമൺ അന്താരാഷ്ട്ര ടോപ്പ് ലാൻഡിംഗ് അക്യുറസി കപ്പ് പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വാഗമണിലെ കേരളത്തിലെ പാരാഗ്ലൈഡിംഗ് ഡെസ്റ്റിനേഷനാക്കി മാറ്റും. ഇതിനായുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേരള അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിക്ക് എല്ലാവിധ പിന്തുണയും നൽകും. ടൂറിസം രംഗത്തെ കോവിഡിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റികളിൽ ഒന്നാണ് സാഹസിക ടൂറിസം. ഇത്തരം കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമാക്കി എത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ സർക്കാർ നടപ്പാക്കുകയാണ്. ഭാവിയിൽ സാഹസിക ടൂറിസത്തിന് വലിയ സാധ്യതകളാണ് ഉള്ളതെന്ന് പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇതിന് അനുയോജ്യമായ നാടാണ് കേരളം. തൃപ്പൂണിത്തുറ ഉപസമിതി പരിധിയിലെ കയറ്റിറക്ക് തൊഴിൽ പദ്ധതി പ്രദേശത്ത് വരുന്ന മാടവനയിലെ ഫുഡ് സംഭരണശാലയിൽ അംഗീകൃത പൂൾ തൊഴിലാളികൾക്ക് കയറ്റിറക്ക് തൊഴിൽ നിഷേധിച്ചിൽ പ്രതിഷേധിച്ച് INTUC നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. സമരം ഹെഡ് ലോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് T.K. രമേശൻ ഉദ്ഘാടനം ചെയ്തു. KPCC നിർവാഹക സമിതി അംഗം KB മുഹമ്മദ് കുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. INTUC റീജിയണൽ പ്രസിഡന്റും ക്ഷേമനിധി ബോർഡ് സബ് കമ്മിറ്റി മെമ്പറുമായ PC സുനിൽകുമാർ, INTUC ജില്ലാ കമ്മിറ്റി അംഗമായ TV ഷാജി, സിദ്ദിഖ്, റസീന സലാം, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി, INTUC മണ്ഡലം പ്രസിഡന്റുമാരായ SI ഷാജി, TA സിജീഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊഴിലുടമ എത്രയും പെട്ടെന്ന് ചർച്ചകൾക്ക് തയ്യാറാവുകയും ഉപസമിതി പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുകയും തൊഴിലാളികളെ ക്ഷേമനിധി അംഗങ്ങളാക്കി തൊഴിൽ നിയമത്തിന് വിധേയമായ പ്രവർത്തനത്തിന് തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു. വൈക്കം സ്വദേശിനിയായ 9 വയസ്സുകാരി വേമ്പനാട്ട് കായൽ ഇരുകൈകളും ബന്ധിച്ച് നീന്തിക്കേറി ചരിത്ര നേട്ടം കൈവരിച്ചു. പുളിഞ്ചോട് നെടുവേലി മടത്തിപ്പറമ്പ് വീട്ടിൽ സുമീഷ് രാഖി ദമ്പതികളുടെ മകൾ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ S. സൂര്യഗായത്രിയാണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കൂമ്പേൽ കരിയിൽ കടവ് മുതൽ കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള ദൈർഘ്യമേറിയ 11 കിലോമീറ്റർ ദൂരം ഇരുകൈകളും ബന്ധിച്ച് നീന്തി കയറി ചരിത്ര നേട്ടം കൈവരിച്ചത്. ഈ ചരിത്ര നേട്ടത്തിന് സാക്ഷികളാകുവാൻ പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ, വൈക്കം MLA CK ആശ, നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ്, രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ, ഫയർ, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ സന്നിഹിതരായിരുന്നു. പ്രോഗ്രാം കോർഡിനേറ്റർ ഷിഹാബ് K. സൈനു, നീന്തൽ പരിശീലകൻ കൈനകേരി വില്യം പുരുഷോത്തമൻ, VM രാജേഷ് എന്നിവരുടെ ശിക്ഷണത്തിലായിരുന്നു പരിശീലനം. മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ജോർജ് മാണി പട്ടശ്ശേരിയിൽ അവതരിപ്പിച്ചു. 28,97,7,400 രൂപ വരവും 28,57,72,284 രൂപ ചെലവും 36,35,116 രൂപ നീക്കി ബാക്കിയും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. അവതരണത്തിനിടയിൽ അകത്തും പുറത്തും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും നടന്നു. പായിപ്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജി പ്രഭാകരനെതിരെ വിദ്വേഷ പരാമർശത്തിന് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എബി പൊങ്ങണത്തിൽ മൂവാറ്റുപുഴ സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി നൽകി. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ വീടുകളിൽ ജോലിക്ക് പോകുന്നത് നിന്ദ്യമാണെന്നാണ് വിജി പ്രഭാകരൻ പറഞ്ഞത്. പുണ്യമാസമായ റമദാനിൽ വർഗീയ ചേരിതിരിവും മതസ്പർദ്ധയും മനഃപൂർവ്വം പ്രചരിപ്പിക്കുകയാണ് ഇവർ ചെയ്തതെന്നും സത്യപ്രതിജ്ഞാ ലംഘനവുമാണ് വിജി പ്രഭാകരൻ നടത്തിയതെന്നും മാതൃകാപരമായി ഇവരെ ശിക്ഷിക്കണമെന്നും എബി പൊങ്ങണത്തിൽ ആവശ്യപ്പെട്ടു. ഇതോടെ ചാനൽ 91 ന്യൂസ് അപ്ഡേറ്റ് സമാപിച്ചു. ഏവർക്കും ശുഭദിനം.